ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതേപോലെ സിമ്പിളുമായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ഒന്നും ആവശ്യമില്ല. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്യാവുന്ന ഈ ഒരു പുഡിങ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ഏകദേശം 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിത് മതിയാകും. ഇപ്പോൾ ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഈ ഒരു 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കിലോട്ട് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ കട്ടിയുള്ള നല്ല 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും അതേപോലെ തൈരൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യോ അല്ല ഓയിലോ എന്ത് വേണമെങ്കിലും തടവി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇതേപോലുള്ള ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നെയ്യ് തടവിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അത് ഞാനൊരു ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 30 മിനിറ്റെങ്കിലും മാക്സിമം ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവി കയറ്റി വേവിച്ചെടുത്തതിന് ശേഷം കൊണ്ടുവന്നതാണിത്. ഇനി നമുക്ക് വീണ്ടും ഇതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. എന്നാലാണ് നമ്മളെ പുഡിങ് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള ഈ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലൊട്ടിച്ചുള്ള ബട്ടർ പേപ്പർ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസ് ഐറ്റം വീണ്ടും വരുന്നതാണ്. അതേപോലെ എൻ്റെ ചാനലിൽ കുറേ പുഡിങ് റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം.